ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ സഹാബൽ വഖ്തി അഊദു ബിഹുക്മി നിയാബതൻ അൻകും വഅഊദു ജബ്ഹതി തഹ്ത ഖദമികും ബിഹംദത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ സല്ലല്ലാഹി വസയ്യിദി ശുഹദായി. മക്കളെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മളെല്ലാവരും പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന ഈ സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് പ്രശ്നമാകുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നൊരു കാര്യമാണെന്ത്, നമ്മളൊരാളെ തല്ലിയാലും അതിൻ്റെ വേദന അവസാനിച്ചാൽ അദ്ദേഹത്തിന് അത് പ്രശ്നമാവാതെ പോകും. എന്നാൽ അദ്ദേഹത്തിന് നാവ് കൊണ്ടൊരു പ്രശ്നമുണ്ടാക്കിയാൽ, നാവ് കൊണ്ട് അവനെ വേദനിപ്പിച്ചാൽ അത് ഒരു പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടേക്കും. ഇങ്ങനെ ഹൃദയത്തിൽ കൊണ്ടാൽ അത് ആ മനുഷ്യന് വളരെയധികം പ്രയാസമുണ്ടായാൽ അത് വല്ലാത്തൊരു വിപത്തായിട്ട് മാറുന്നു എന്നുള്ളത് കാര്യം തീർച്ചയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുൻകാല പണ്ഡിതന്മാരെല്ലാം നാവിനെ സൂക്ഷിക്കാൻ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു പണ്ഡിതൻ അദ്ദേഹം ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും എഴുതി വെക്കും. എന്നിട്ട് അതിൽ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൊറുക്കലിന് തേടുമായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവരൊക്കെ പോയ സ്വർഗത്തേക്കാണ് മക്കളെ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്നതും അതുപോലെ തന്നെ അവരെക്കുറിച്ച് ഈബത്ത് പറയുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഞാൻ ഈ കൂട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് പറയാണ്. മക്കളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവില്ലേ, അവർ ജീവിതത്തിൽ നാവിൽ നിന്ന് വല്ലതും അനാവശ്യമായി പറഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടുന്ന് ചരക്കല്ല് വായിലിട്ട് ജീവിക്കുമായിരുന്നു. അതെന്താ വെച്ചാൽ അവരാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത്. എന്നിട്ട് പോലും അവർ ഇത്രയും നാവിന് സൂക്ഷിച്ചത് നാവിൻ്റെ വിന അത് മുറിവുണങ്ങാത്തതാണ് എന്നതിൻ്റെ കാരണം കൊണ്ടാണ്. ഈ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു കോലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് എല്ലില്ല. അതുപോലെ തന്നെ ആ നാവിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലും അതുപോലെ തന്നെ ചുണ്ടും അതുപോലെ തന്നെ മുഖാവരണങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ഇത്രയും പ്രാധാന്യത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ സൃഷ്ടിച്ചത് ആ നാവിൻ്റെ അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മുൻകാല പണ്ഡിതന്മാരായാലും മറ്റു ആളുകളായാലും എല്ലാവരും നാവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യം. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന കാലമാണല്ലോ. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വേറെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം കേട്ടുപോകും. അത് മറ്റുള്ളവരോട് പറഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതും കേട്ടിട്ടുണ്ടാവും. കേട്ടതെല്ലാം പറയാനുള്ളതല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരും ഔലിയാക്കളും അമ്പിയാക്കളും എല്ലാവരും ജീവിച്ചത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ചത് കൊണ്ടാണ് അവർക്കെല്ലാം സ്വർഗം കൊണ്ട് അനുഗ്രഹീതമായത്. ഇവരൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായി ജീവിച്ചതിലേക്ക് നമ്മൾ സൂക്ഷ്മതയില്ലാതെ എങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുക? അപ്പോൾ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് താല്പര്യമുള്ളവർ അവരെന്താക്കണം, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മക്കളെ, ഈ ഇൽമിനോട് അനുഗ്രഹീയമായ കാര്യങ്ങളും പറയുക എന്നുള്ളത് നാവിൽ നിന്ന് വരേണ്ട ഏറ്റവും അനുഗ്രഹീതമായ വാക്കുകളാണ്. ഇൽമാണല്ലോ ഏറ്റവും നല്ല വഴി. ആ വഴിയാണല്ലോ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. നിങ്ങളെല്ലാവരും നാവിനെ സൂക്ഷിക്കണമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.